കോട്ടയത്തേക്ക് ഇനി നേരെ പോകാം. അവിടെ ടോബി ഉണ്ട്. ടോബി, ഇവരൊക്കെ തന്നെ ഞെട്ടിച്ച് കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ആരാധകർ വലിയ വലിയ ആഘോഷം, വലിയ വലിയ ഫ്ലക്സിന്റെ കാഴ്ചകളൊക്കെ തന്നെ കാണിച്ചു തന്നു. കോട്ടയത്തിനും പറയാനുള്ളത് മറ്റൊരു കഥയായിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. പുറകിലെ കാഴ്ച കണ്ടിട്ട് കാത്തിരിക്കുകയാണ്. ഒരു പൊട്ടിത്തെറിക്കാൻ കാത്തിരിക്കുന്ന ഒരു കൂട്ടത്തെ ടോബിക്ക് പുറകിലായി എനിക്ക് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അനിൽ, തീർച്ചയായിട്ടും. ആദ്യം തന്നെ നമുക്ക് കട്ടൗട്ടറിലേക്ക് ഒന്ന് പോകാം. ബ്രസീലിന്റെ മഞ്ഞപ്പടയുടെ ആരാധകരാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം കിടങ്ങൂരാണ്. മുട്ടയൊക്കെ അടിച്ചുകൊണ്ടാണ് കൊച്ചു മോനെ. ഇത് എങ്ങനെയാ? ഇത് ബ്രസീലിന് വേണ്ടി അടിച്ച മുട്ടയാണോ? ആണോ? ജയിക്കോ? ബ്രസീൽ ജയിക്കോ? ആണോ? എത്ര ഗോളിന് ജയിക്കും? പറഞ്ഞോ, എത്ര ഗോളിന് ജയിക്കും? 5 ഗോളോ? 5 ഗോൾ അടിച്ച് ഇത്തവണ ജയിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും ഒട്ടും പിന്നിലോട്ട് പോയിട്ടില്ല. നമുക്കറിയാം, ഈ തൊട്ടപ്പുറത്ത് ഇത് കണ്ടോ, 70 അടിയുടെ അർജന്റീനയുടെ ഒരു ഫ്ലക്സ് ഉണ്ട്. അതിനോടൊപ്പം നിൽക്കുന്ന വലിയൊരു ഫ്ലക്സ് ഉയർത്തി ബ്രസീലും അവരുടെ കരുത്ത് തെളിയിച്ചിരിക്കുകയാണ്. നമുക്ക് ചോദിക്കാം, ഇന്നത്തെ കളി എങ്ങനെയായിരിക്കും? എന്താണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? ഇത് എന്തായാലും ഈ കൊല്ലം നമ്മള് തൂക്കും, ബ്രസീൽ തൂക്കും. എത്ര ഗോൾ? ആദ്യത്തെ കളി 3 ഗോളാണോ? 3 ആരൊക്കെയാ ഗോൾ അടിക്കുന്നത്? അതൊന്ന് പറയാോ, പ്രഡിക്റ്റ് ചെയ്യോ? ഇത് വിനീഷ്യസ് അടിക്കുന്നതാണ് പറയുന്നത്. പക്ഷെ അപ്പുറത്തുനിന്ന് അർജന്റീനയുടെ ഭാഗത്തുനിന്ന് അങ്ങനെയല്ല കേൾക്കുന്നത്. എത്ര ഗോൾ വരെ ആയിരിക്കും ബ്രസീൽ? നിങ്ങളൊന്ന് പറഞ്ഞേ, ബ്രസീൽ എത്ര ഗോളിനായിരിക്കും ജയിക്കുക? ബ്രസീൽ മാത്രമല്ല, പോർച്ചുഗലുകാർ കൂടി ഒന്ന് പറഞ്ഞേ. പോർച്ചുഗൽ ബ്രസീൽ എത്ര ഗോൾ? ബ്രസീൽ എത്ര ഗോളിനായി? ബ്രസീൽ ജയിക്കൂല, തോക്കും. അർജന്റീന ഒരു ബെറ്റ് വെക്കുകയാണ്. 5000 രൂപ ബെറ്റ് വെച്ചിരിക്കുകയാണ്. ജയിക്കും. എത്ര ഗോളിന് ജയിക്കും? 2 ഗോളിന് ജയിക്കും. ഉറപ്പായിട്ടും 2 ഗോളിന് ജയിക്കും. അപ്പൊ 5000 രൂപയുടെ ബെറ്റ്. ചേട്ടന്റെ പേരെന്നാ? ജിനു ചേട്ടൻ 5000 രൂപയ്ക്ക് ബെറ്റ് വെച്ചിരിക്കുകയാണ്. അർജന്റീനയും പോർച്ചുഗലും അപ്പുറത്തെ. 5000 രൂപ ബെറ്റ് ആരിലുണ്ടോ? ബെറ്റിനുണ്ടോ? നന്ദു പോർച്ചുഗലിന്റെ നന്ദു ബ്രസീൽ തോക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ജിജോ ചേട്ടൻ 5000 രൂപയ്ക്ക് ബെറ്റ് വെച്ച് 2 ഗോളിന് ബ്രസീൽ ജയിക്കും. എന്തായാലും കിടങ്ങൂരിൽ വലിയ ആവേശത്തിലാണ്. 3 ടീമുകളുടെയും ആരാധകരുണ്ട്. വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഈ 2002 അവസാനം കപ്പടിച്ച് അതിനുശേഷം ഇങ്ങോട്ട് കപ്പ് കിട്ടിയിട്ടില്ല. അതൊരു ദുഃഖമല്ലേ? അത് മാറുമോ ഇതോടുകൂടി? ഇതോടെ മാറിയിരിക്കും. ചരിത്രം പറയും. നെയ്മർ ആദ്യത്തെ ഇത്തവണ ഫസ്റ്റ് കളി മൊറോക്കോ ആയിട്ട് കളിക്കുന്നില്ല. ഇല്ല, അത് പരിക്കൂലല്ലേ, അത് കുഴപ്പമില്ല. അടുത്ത കളി ഞങ്ങൾ കയറിയിരിക്കും. അടുത്ത കളി നെയ്മർ വന്ന് മൊറോക്കോ കഴിഞ്ഞ തവണ മറ്റേ പോർച്ചുഗലിനൊക്കെ അടിച്ച് പാടിയ കിടിലൻ ടീമാണല്ലോ. അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടോ? ഒരു പേടിയുണ്ടോ? ടെൻഷൻ ഇപ്പൊ ഏത് കളിക്കാനും ടെൻഷൻ ഉണ്ടാകാതിരിക്കുന്നത്. മൊറോക്കോ നല്ല ടീമാണ്. പക്ഷെ ഞങ്ങൾ ബ്രസീൽ ഈ പ്രാവശ്യം മൊറോക്കോനെ തോപ്പിച്ചിരിക്കും. കപ്പെടുക്കും. മൊറോക്കോ ആയിട്ട് എങ്ങനെയാ ബ്രസീലിന്റെ ഒരു വിലയിരുത്തൽ? മൊറോക്കോ നല്ല കളിയായിരിക്കും, പോരാട്ടമായിരിക്കും. പോർച്ചുഗൽ കഴിഞ്ഞ പ്രാവശ്യം മൊറോക്കോ ആയിട്ട് തോറ്റവരാണ്. നിങ്ങളാ പറയണ്ടേ, എങ്ങനെ അടിക്കുമോ? ബ്രസീൽ അടിക്കും. മൊറോക്കോ ഇത്തവണ ബ്രസീൽ മൊറോക്കോ എടുക്കും. ഉറപ്പാ. നിങ്ങള് ആരുടെ കൂട്ടത്തിലാ? മൊറോക്കോയ്ക്ക് വേണ്ടിയാണോ ഈ കളിയില്? അപ്പൊ പോർച്ചുഗലുകാർ കഴിഞ്ഞ വർഷത്തെ ആ കണക്ക് തീർക്കാൻ ഇത്തവണ അവര് മൊറോക്കോയ്ക്കൊപ്പം കൂടുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ സങ്കടം അവർക്ക് പ്രശ്നമല്ല. പക്ഷെ എന്തായാലും 2 ഗോളുകൾക്ക് ബ്രസീൽ ഇത്തവണത്തെ ഈ ആദ്യ മാച്ചിൽ ജയിക്കുമെന്നാണ്. 5000 രൂപയ്ക്ക് ജിജോ ചേട്ടൻ അല്ലേ? ജിനു ചേട്ടൻ ബെറ്റും വെച്ചിട്ടുണ്ട്. അങ്ങനെ അതന്നെയാണ് ടോബി. ജിനോ ചേട്ടൻ നാളെ 3:30 കളി തുടങ്ങും. 5:30 നമ്മുടെ ഈ കളി തീരുന്നത്. ആ സമയത്ത് നമ്മൾ ജിനോ ചേട്ടൻ ജയിച്ചാൽ ജിനോ ചേട്ടന് നന്ദു പൈസ കൊടുക്കുന്ന കാഴ്ച നമുക്ക് കാണിച്ചു തന്നോണം. നമ്മുടെ പ്രിയ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്തന്നെ. നേരെ തിരിച്ചാണെങ്കിലും നന്ദുവിനാണ് ഈ 5000 രൂപയുടെ ബെറ്റിൽ ജയിക്കുന്നെങ്കിൽ ജിനോ ചേട്ടന്റെ കയ്യിൽ നിന്ന് കയ്യോടുകൂടി വാങ്ങിക്കൊടുത്തോണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.